വീണ്ടും വാർത്തകളിലേക്ക് എത്തുമ്പോൾ വിഴിഞ്ഞം തുറമുഖത്തിന് 20,000 കോടിയുടെ അധിക നിക്ഷേപം പദ്ധതികളുടെ പ്രഖ്യാപനം നടത്തി കരൺ അദാനി 5 വർഷത്തിനുള്ളിൽ കേരളത്തിൽ 30,000 കോടി രൂപയാണ് അദാനി ഗ്രൂപ്പ് നിക്ഷേപിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. പ്രഖ്യാപനം നടത്തിയത് ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമ്മിറ്റിൽ. In total, the Adani Group is going to invest 30,000 crores in the next 5 years in the state of Kerala. In the words of our chairman, Sri Gautam Adani, the infrastructure sector is all about building assets for the nation and nation building. Kerala is emerging as a model of development and progress, and we at Adani Group are honored to be part of this journey. Adani Group has already invested 5,000 crores in Vizhinjam Port, and we are committing an additional investment of 20,000 crores. This is not only India's first transshipment hub, but our vision is to make Vizhinjam the largest transshipment port in this part of the region. അഖിലിലേക്ക് എത്തുന്നു. അഖിൽ, കഴിഞ്ഞ ദിവസം ഗ്ലോബൽ സമ്മിറ്റിൽ നടത്തിയ ചില പ്രഖ്യാപനങ്ങളായിരുന്നു കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രഖ്യാപനങ്ങൾ തന്നെയാണ്. വിഴിഞ്ഞം തുറമുഖത്തിന് 20,000 കോടിയുടെ അധിക നിക്ഷേപം, അതോടൊപ്പം തന്നെ കരൺ അദാനി പറഞ്ഞ മറ്റു ചില കാര്യങ്ങളും കൂടിയുണ്ട്. 5 വർഷത്തിനുള്ളിൽ കേരളത്തിൽ 30,000 കോടി രൂപ അദാനി ഗ്രൂപ്പ് നിക്ഷേപിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ എത്രത്തോളം വലിയൊരു സാധ്യതയാണ് കേരളത്തിൻ്റെ വികസന പദ്ധതികൾക്ക് ഉണ്ടാവുക? മാത്രവുമല്ല, ഒരു വലിയ തൊഴിൽ സാധ്യതകൾ കൂടി ഇതിനുള്ളിൽ കാണുന്നുണ്ടല്ലോ. ദേവിക, ഇന്നലെ ആരംഭിച്ച ഗ്ലോബൽ ഇൻവെസ്റ്റ്മെന്റ് മീറ്റിലാണ് ഇത്തരത്തിലൊരു പ്രഖ്യാപനം നടക്കുന്നത്. ഇന്നലെ മാത്രം 35,000 കോടി രൂപയുടെ നിക്ഷേപത്തെ പറ്റിയാണ്, കേരളത്തിൽ നിക്ഷേപം ഉണ്ടാകുമെന്നുള്ള തരത്തിലാണ് വിവിധ കമ്പനികളുടെ MD-മാരും ചെയർമാൻമാരും ഒക്കെ തന്നെ വലിയ പ്രഖ്യാപനം നടത്തിയത്. ഇതിൽ ഏറ്റവും നിർണായകമായത് ഭാരതത്തിൻ്റെ തന്നെ വികസനത്തിൽ വലിയ മുഖമുദ്രയായി മാറുന്ന വിഴിഞ്ഞം പോർട്ടിന് ഏകദേശം പുതിയതായി 20,000 കോടി രൂപയുടെ അധികമായിട്ടുള്ള ഒരു നിക്ഷേപം നടത്താൻ തയ്യാറാണ് എന്ന അദാനി ഗ്രൂപ്പ് ഒരു പ്രഖ്യാപനം നടക്കുകയാണ്. കഴിഞ്ഞ അടുത്ത 5 വർഷത്തിനുള്ളിൽ 30,000 കോടി രൂപയുടെ നിക്ഷേപം കേരളത്തിൽ നടത്തി വിവിധ മേഖലകളിൽ അതിൻ്റെ നിക്ഷേപ സംരംഭങ്ങൾ ആരംഭിക്കാൻ പോകുകയാണ് എന്നൊരു പ്രഖ്യാപനമാണ് ഇന്നലെ കരൺ അദാനി ഈ ഇൻവെസ്റ്റ്മെന്റ് മീറ്റിൽ നടത്തിയിട്ടുള്ളത്. അതിൽ പ്രധാനമായും പറയുന്ന 2 വികസന കാര്യങ്ങളാണ്. അത് ഒന്ന് വിഴിഞ്ഞം പദ്ധതിയാണ്, മറ്റൊന്ന് തിരുവനന്തപുരം ഇന്റർനാഷണൽ വിമാനത്താവളവും അതുപോലെ തന്നെ ഈ ഹൈബ് കൊമേഴ്സ്യൽ ഹബ്ബ് കൊച്ചിയിൽ ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമാണ് ഇതിൽ ഏറ്റവും പ്രധാനമായി അവർ മുൻഗണന നൽകി കേരളത്തിൽ ആരംഭിക്കാൻ പോകുന്ന പുതിയ പദ്ധതികളായി അദാനി ഗ്രൂപ്പ് പ്രഖ്യാപിക്കുന്നത്. ഏകദേശം 55,000 കോടി രൂപയുടെ പദ്ധതികൾ ഇതിനകം തന്നെ കേരളത്തിൽ മുടക്കിയിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ അതായത് ഈ 2015-ലാണ് വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുടെ ആരംഭത്തിൽ അദാനി ഗ്രൂപ്പ് ഏറ്റെടുക്കുന്നത്. അപ്പോൾ തന്നെ ഏകദേശം 5,000 കോടി രൂപയുടെ പദ്ധതി നടപ്പിന് വേണ്ടി ചെലവാക്കി കഴിഞ്ഞു എന്നൊരു കാര്യം കൂടി അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. ഈ തിരുവനന്തപുരം വിമാനത്താവളത്തെ സംബന്ധിച്ചിടത്തോളം 4.5 ദശലക്ഷത്തിൽ നിന്നും 12 ദശലക്ഷത്തിലേക്ക് ഉയർത്തി യാത്രക്കാരുടെ യാത്ര അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള യാത്ര ഉയർത്തുന്നതിലേക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ വർദ്ധിപ്പിക്കുന്ന കാര്യത്തിലും ഒക്കെ തന്നെ കുറച്ചുകൂടിയുള്ള വികസന കാര്യങ്ങൾ ഉണ്ടാകണമെന്നാണ് അദ്ദേഹം ഇന്നലെ ഈ ഗ്ലോബൽ സമ്മിറ്റ് മീറ്റിൽ അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുള്ളത്. എന്തായാലും വലിയ വികസന കാര്യങ്ങൾ കേരളത്തിന് വേണ്ടി ഉള്ള നിക്ഷേപങ്ങൾ ഇന്നും ചർച്ചയിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിനോടൊപ്പം തന്നെ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ വിഴിഞ്ഞം തുറമുഖ പദ്ധതിയാണ്. അദ്ദേഹം അതിൽ കൂട്ടിച്ചേർത്ത് പറയുന്നത് തന്നെ അതിൻ്റെ ആ വിഴിഞ്ഞം തുറമുഖ പദ്ധതി പൂർണ്ണമായും നടപ്പിലാക്കുന്നതിന് മുമ്പ് തന്നെ കപ്പലുകൾ വിഴിഞ്ഞത്തേക്ക് എത്തുന്നത് തന്നെ രാജ്യത്തിൻ്റെ മുഖമുദ്രയായി മാറുന്നു. അതല്ലെങ്കിൽ രാജ്യം തന്നെ ലോകരാഷ്ട്രങ്ങൾക്ക് മുമ്പിൽ തലയുയർത്തി നിൽക്കുന്ന തരത്തിലേക്ക് ഒരു വികസന കുതിപ്പിനാണ് വിഴിഞ്ഞം പോകുന്നത് എന്നതാണ്. അതുകൊണ്ടാണ് അതിന് ഇത്രയും അധികം നിക്ഷേപം നടത്താൻ തയ്യാറാകുന്നത് എന്നൊക്കെയാണ് അദാനി ഗ്രൂപ്പ് വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും കേരളത്തിൽ നിക്ഷേപ സൗഹൃദമാക്കി മാറ്റുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഇത്തരത്തിൽ അധിക നിക്ഷേപങ്ങൾ കേരളത്തിൽ വരുന്നതിന് സർക്കാർ നോക്കിക്കാണുന്നത്, കേന്ദ്ര സർക്കാർ നോക്കിക്കാണുന്നത്. ദേവിക, ശരി.